സാലീസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കട്ട ശനിയാഴ്ച ഇങ്ങ് അടുത്തു. നല്ല സോഫ്റ്റായിട്ടുള്ള കോഴിക്കട്ട 2 മെത്തേഡിൽ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്നറിയാമോ? ഇത് കുറുക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതായത് പൊടി കുഴയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരും അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയുള്ള സാധനങ്ങൾ മെഷർ ചെയ്യാനും ഈ സെയിം കപ്പ് തന്നെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കപ്പിൻ്റെ അകത്ത് ഞാൻ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി അതുപോലെ തന്നെ നൂലപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് വറുത്ത പൊടി കടയിൽ നിന്ന് മേടിക്കില്ല, ആ പൊടിയാണിത് കേട്ടോ. അത് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വിട്ട് പോരാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് എടുത്തേക്കുന്നത്. ഇനി ഈ പൊടിയിലേക്ക് നമ്മുടെ ആ സെയിം കപ്പിൻ്റെ അകത്ത് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുന്നോർത്തൊരു പേടി നിങ്ങൾക്ക് വേണ്ട, ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുത്തോട്ടോ. അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് ഈ പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ല ലൂസായിരിക്കും, ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് കൈ എടുക്കാതെ കൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കുറുകി കുറുകി വരും. കണ്ടോ, കുറുകി കുറുകി വരും. അതിനെ നമ്മൾ ഇളക്കി 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 അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റണ വരെ ആ പൊടിയുടെ കളർ മാറി അത് വെന്ത് ഈ പരുവത്തിൽ വരും. കണ്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മറിക്കാൻ പാകത്തിനുള്ള ഇതിൽ വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ സ്പാറ്റിൽ വെച്ച് തന്നെ ആ പൊടിമേലേക്ക് ഈ നെയ്യ് ഒന്നങ്ങ് പരത്തി കൊടുക്കുകയാണ്. ഇതിനിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് കുഴയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കൊരു ലിഡ് വെച്ചിട്ട് ഇതിനെ കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി സെക്കൻഡ് മെത്തേഡ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യത്തെ പോലെ തന്നെ 1 കപ്പ് പൊടി എടുത്തു. സെയിം പൊടി തന്നെയാണ് കേട്ടോ. ആ പൊടി ഞാനൊരു പാൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. ആ അളന്ന സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഒരു 3-4 സ്പൂൺ വെള്ളം എടുത്ത് നിങ്ങൾ മാറ്റണം. ഈ വെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതിനെ തിളപ്പിക്കാം. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ. അങ്ങനെ വെള്ളം വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചാൽ നമ്മളുടെ നനവ് ശരിയാവുള്ളൂ. ഇനി നമ്മൾ നേരത്തെ അളന്ന് വെച്ചേക്കണ പൊടിയില്ലേ, ആ പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഈ തിളച്ച വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കയ്യിലിൻ്റെ കണാന്ന് പറയില്ലേ നമ്മൾ, അതായത് ആ ഒരു കോല് സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന ആ ഭാഗം വെച്ച് ഇളക്കുമ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് വന്നോളും. അങ്ങനെ ആ വെള്ളം ഫുള്ള് നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തോ, അതിൻ്റെ നനവ് കറക്റ്റായിട്ട് വരും. ഇത് നല്ല ചൂടോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കൈ ഇട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പാറ്റില കൊണ്ട് ഒന്നങ്ങ് അമുക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ 1 സ്പൂൺ നെയ്യും കൂടെ കൂടിയിട്ട് അങ്ങ് പുരട്ടി കൊടുക്കാം മീതെ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നല്ലൊരു ടിപ്പാണ് കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്ക്. ഞാൻ 2 ടീസ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വാട്ടി കുഴച്ച് വെച്ചേക്കണ മിക്സില്ലേ, അതിൻ്റെ അകത്തേക്ക് ചോറ് അരച്ചത് അങ്ങ് ചേർത്തേച്ചും ചൂടുണ്ടാവും, എന്നാലും ചെറിയ ചൂടോട് കൂടിയിട്ട് കൈ കൊണ്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നേരത്തെ നിങ്ങളോട് 4 ടീസ്പൂൺ വെള്ളം അതിൻ്റെ അകത്ത് നിന്ന് മാറ്റാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ വെള്ളം ഒരുപാടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വയ്ക്കാൻ പറഞ്ഞത്. ഇനി ഈ ചോറിൻ്റെ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ടു. ഇപ്പോൾ നല്ല പാകത്തിനുള്ള മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ മൂടി വയ്ക്കാം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഏതെന്നറിയാമോ? നമ്മൾ ആദ്യം കുറുക്കിയെടുത്തില്ലേ, കുറുക്കിയെടുത്തിട്ട് നമ്മൾ മൂടി വെച്ചൊരു മാവില്ലേ, അതിനെ ഞാൻ കുഴച്ച് എടുത്തേക്കുന്നതാണ്. ഇപ്പം നമ്മുടെ 2 മാവും കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണത്തിലേക്കുള്ള ശർക്കര റെഡിയാക്കാം. ഒരു പാൻ്റെ അകത്തേക്ക് ഞാൻ ഒരു 3/4 കപ്പിൻ്റെ അടുത്തുണ്ട് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ അകത്ത് വല്ല കരടോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിരുന്നു. ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് അഴുക്കുകളൊന്നുമില്ല. ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് ഏലക്ക, ചുക്ക്, ജീരകം ഇത്രയും പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു 5-8 ഏലക്കായും ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു ചുക്കിൻ്റെ കഷ്ണം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതിനൊരു അരിപ്പ് വഴി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നേരത്തെ നമ്മൾ അരിച്ച് വെച്ചേക്കണ ശർക്കരയില്ലേ, ആ ശർക്കര ആ സെയിം പാനിലേക്ക് തന്നെ ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനിയും സ്റ്റൗ ഓൺ ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് വരണം. ഇങ്ങനെ തിളച്ച് വന്ന് അതൊന്ന് കുറുകിയ ലെവലിലായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കര ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയെല്ലാം ഒരുപോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തേച്ചാൽ മതി. തേങ്ങ ചേർത്ത് കഴിയുമ്പോഴും അതിൻ്റെ അകത്തുനിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളവും കൂടി നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം നോക്കിയേ, തേങ്ങയുടെ വെള്ളം എല്ലാം വറ്റി
കോഴിക്കട്ടയിൽ വെക്കാനുള്ള തേങ്ങ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കണ ചുക്ക് ജീരകം ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഒരു സെറ്റിലേക്കുള്ള ഫില്ലിങ് റെഡിയായി. ഷുഗർ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് തേങ്ങ കൊണ്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കുകയാണ്. 1 കപ്പ് തേങ്ങ, ഒരു 3 സ്പൂൺ വെളുത്താവൽ, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കണ ചുക്ക് ജീരക ഏലക്കായുടെ പൊടി ഒരു 1/2 ടീസ്പൂൺ, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ഈ തേങ്ങയുടെ അകത്തേക്ക് നമ്മൾ അവൽ ചേർത്തേക്കണതേ അതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വിളയിച്ച് വെച്ചേക്കണ മിക്സിയില്ലേ അതിൻ്റെ അടുത്തേക്ക് പോകാം. അതിന് ഞാനൊരു 10 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ടൈപ്പിലുള്ള മാവുണ്ട്, പക്ഷേ 2 ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ഈ മാവിനെ നല്ലപോലെ വലിച്ച് കുഴയ്ക്കണം കേട്ടോ, ഉരുളകൾ പിടിക്കാൻ പോണതിന് മുമ്പ്. വാട്ടി കുഴച്ച മാവിൽ നിന്ന് എനിക്കിതേ ഇതുപോലെ 8 ഉരുളകളാണ് കിട്ടിയേക്കണത്. കോഴിക്കട്ട സ്റ്റീം ചെയ്യാനുള്ള പാത്രം എണ്ണ തടവി വെച്ചിട്ടുണ്ട്. കോഴിക്കട്ട ഉണ്ടാക്കാൻ പോണതിന് മുമ്പ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കണം. ആ വെള്ളം നനച്ചിട്ട് വേണം നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ. ഇങ്ങനെ ഓരോ ബോളുകൾ എടുത്ത് നമ്മുടെ വിരൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ നടുക്ക് വശം കുഴിച്ചിട്ട് പതുക്കെ പതുത്തി ഇതുപോലെ ആക്കിയിട്ട് എത്തിക്കണം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ തേങ്ങയുടെ മിക്സിയില്ലേ ആ മിക്സിൻ്റെ ഓരോ ബോൾ വെച്ചിട്ട് ഓരോ ഭാഗം ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് ഒരു ബോളായിട്ട് നമ്മൾ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ എനിക്ക് 9 കോഴിക്കട്ട കിട്ടിയിട്ടുണ്ട്. 8 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരെണ്ണം ഞാൻ മറ്റേതിൻ്റെ അകത്ത് കുറച്ച് മാവും കൂടി എടുത്ത് തേങ്ങ ബാക്കിയുള്ളത് കൊണ്ട് അതും കൂടെ കൂടിയിട്ട് കോഴിക്കട്ടയായിട്ട് ശർക്കര കോഴിക്കട്ടയായിട്ട് ഉണ്ടാക്കി. കോഴിക്കട്ട ഉണ്ടാക്കാൻ പോണതിന് മുമ്പ് സ്റ്റീമറിലെ വെള്ളം നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷമേ കോഴിക്കട്ടയുടെ തട്ട് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാനായിട്ട് പാടുള്ളൂ. 15 മിനിറ്റ് നേരം സ്റ്റീം ചെയ്യുമ്പോഴേക്കും നമ്മുടെ കോഴിക്കട്ട കറക്റ്റിന് വെന്ത് കിട്ടും. ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷമേ കോഴിക്കട്ട തട്ടിൽ നിന്ന് മാറ്റാനായിട്ട് പാടുള്ളൂ. ഇനി കുറുക്കി കുഴച്ച മാവ് കൊണ്ട് നമുക്ക് തേങ്ങ വെച്ചിട്ട് വേറൊരു ഷേപ്പിൽ നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാം. ഇത് ഞാൻ മാവ് നീളത്തിൽ പരത്തിയിട്ട് 1 ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും കൂടി ഇതുപോലെ ഒട്ടിച്ച് ചേർത്തെടുക്കുക. നിങ്ങൾക്കതിൽ ഡെക്കറേഷൻസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിനെ നമുക്ക് 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് എനിക്ക് 7 എണ്ണ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇതിൽ ഞാൻ 2 രൂപത്തിലുള്ള മാവ് കുഴയ്ക്കണതും അതുപോലെ തന്നെ 2 ടൈപ്പുള്ള ഫില്ലിങ്ങും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ളത് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതണു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. 2 മെത്തേഡും കൂടെ കാണിച്ചപ്പോൾ വീഡിയോ ഇച്ചിരി ലോങ് ആയിപ്പോയി. എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.